ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മൂസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെയും കാണുന്ന ഒരാൾ പറഞ്ഞാണ് അവർക്ക് ഇങ്ങനെ തേങ്ങ എന്താ പറയുക പിണ്ണാക്ക് കൊണ്ടുള്ള ചട്നി ഉണ്ടാക്കാൻ. അപ്പം ചമ്മന്തിപ്പൊടി അപ്പം ഞാൻ അതിന് 1/4 കിലോ പിണ്ണാക്കാണ് ഇട്ടത്. ഫ്രഷ് പിണ്ണാക്ക് എടുക്കണം, നമ്മൾ ആട്ടിയെടുക്കുന്ന പാടുള്ള അതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇത് ഞാൻ നല്ല ഉണക്കി വെച്ച കാന്താരി മുളക് എടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് മതി. ഇത് പരിപ്പാണ്, തോരപ്പരിപ്പ്, മറ്റേ നമ്മൾ ഇതിനൊക്കെ എടുക്കുന്ന പരിപ്പാണിത്. അപ്പോൾ സാമ്പാറിനല്ല, മറ്റേ എന്തായാലും പറയുക പരിപ്പ് വടക്ക്. പിന്നെ ഉള്ളത് ഉഴുന്നാണ് കേട്ടോ. ഈ 3 സാധനം നമ്മൾ ഇതിൽ കൂട്ടുന്നുള്ളൂ, പിന്നെ ഉപ്പും. അപ്പോൾ ഞാനിത് വറുത്തെടുത്തിട്ട് വരാം. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഞാൻ മുളക് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഒന്നിച്ചത് കേട്ടോ. കാട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് ഒരളവ് കാട്ടാനാണ്. ഇതിലൊരു 50 ഗ്രാം മതി 1/4 കിലോത്തിലേക്ക്. അപ്പോൾ റെഡി ആയിട്ടോ. അങ്ങനെ പരിപ്പ് കരിയാതെ വറുത്തെടുക്കണം, എന്നാലും നിറം കിട്ടിട്ടോ ചട്നിപ്പൊടിക്ക്. മുളകും കൂടെ വറുത്ത് ഇപ്പോൾ ലേശം കായപ്പൊടി ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് വാങ്ങിയെടുക്കാം. കുറച്ച് ചേർത്താൽ മതി. വാങ്ങി അപ്പം നമ്മൾ ഈ പരിപ്പും കാന്താരി മുളകും എന്ത് മുളകായാലും മതി കേട്ടോ. ഞാൻ പിന്നെ കാന്താരി ഉള്ളതുകൊണ്ട് ഉണക്കി വെച്ചുകൊണ്ട് എടുത്തത്. അപ്പം അല്ലാതെ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ, ഇത് തന്നെ ചട്നി ഉണ്ടാക്കുമ്പോൾ പിന്നെ പൊടി ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങൻ്റെ ഇതുപോലെ ഇട്ടിട്ട് നന്നായി പിന്നെ മുളകും വറുത്ത് അതിലേക്ക് ഉപ്പും കൂടെ കൂട്ടിയിട്ട് കറിവേപ്പിലയും കൂട്ടി നന്നായി പൊടിച്ച് വെച്ചാൽ മതി. കുറേ കാലം ഇരിക്കും തനിയെ. ഇതിപ്പോൾ ഞാൻ ലേശം നമുക്ക് ഇഡ്ഡലിക്കുള്ളതിനെ കൊണ്ടാണ് ഞാൻ അതിലേക്ക് തന്നെ ഞാൻ ഈ പിണ്ണാക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. അപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് വറുത്ത് ചേർത്താൽ മതി. ഇത് ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കല്ലുപ്പ് വറുക്കുന്നു നമ്മളെല്ലാം കഴിയുമ്പോൾ, അപ്പോൾ കേട് വരാതെ ഇരുന്നോളും. അപ്പോൾ അത് നന്നായി പൊടിച്ചെടുത്തിക്കുന്ന കേട്ടോ. അത് കണ്ടോ, ഇതാണ് അതിൻ്റെ അളവ്. പിന്നെ ഒരു കാരണവശാലും പിന്നെ തേങ്ങ ഫ്രഷ് പിണ്ണാക്കന്നെ എടുക്കണം, നമുക്കപ്പോൾ പൊടിച്ചിട്ടുന്നത്. അല്ലാത്ത എടുത്താൽ എന്താണെന്നറിയോ, പിന്നെ ഈ എണ്ണ കരിഞ്ഞിട്ട് ഇതിന് എണ്ണ അങ്ങനെ ഒരു കാറിയ ചുവ വരും. എണ്ണ അല്ലാതെ കുഴപ്പമില്ല, അപ്പോൾ എണ്ണ കാറും. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടിക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അതിപ്പോൾ നല്ല ഇതായിട്ട് ഇനി ഇത് കുറേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ എടുത്ത് വെക്കാനാണെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയത്, പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഇത് ചേർക്കാതിരിക്കുക, ഉപ്പ് വറുത്ത് ചേർക്കുക. ഇത് ഞാൻ പൊടിയുപ്പ് അങ്ങനെ ചേർത്താണ്, കല്ലുപ്പിട്ടിട്ട് വറുത്ത് ചേർക്കുക. അപ്പോൾ കണ്ടോ, ഇതാണ് നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും നമുക്ക് നല്ലതാണിത് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കി. ഞാൻ അപ്പോൾ അത് കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ഇതിന് എന്നോട് പറയുകയും വേണം കേട്ടോ, അങ്ങോട്ട് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ്. കുട്ടികൾക്ക് കുറേ ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ, വേണമെങ്കിൽ ചോറിനും കൂട്ടാം കേട്ടോ. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കി. അപ്പം വേറൊരു വീഡിയോ നാളെ കാണാം. അസ്സലാമു അലൈക്കും.